കർത്താവായ യേശുവിനെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും അവനെ നിങ്ങൾക്ക് ദൈവമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. യേശുവിനെ കർത്താവെന്ന് വിളിക്കണമെങ്കിൽ, ദൈവമെന്ന് വിളിക്കണമെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആരാധിക്കുന്നവൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം വരികയുള്ളൂ. അതല്ലെങ്കിൽ കേവലം ഒരു മനുഷ്യപുത്രനായി കണ്ട് അവനെ ആരാധിക്കാനുള്ള പ്രവണത നമ്മളിൽ വർദ്ധിക്കുന്നു. കർത്താവായ യേശു മിശിഹ ഒരേ സമയം മനുഷ്യനും ദൈവവുമാണെന്നുള്ള വിശ്വാസമാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ അടിത്തറ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ശരീരമെടുത്ത് ഇഹലോകത്തിൽ മനുഷ്യമക്കളുടെ കൂടെ വസിച്ച് അവൻ ജീവിച്ച് പീഠാസഹനമേറ്റ് കുരിശുമരം വഹിച്ച് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം ആ നസ്രായനായ യേശു എന്ന് പറയുന്ന മനുഷ്യപുത്രൻ ദൈവമായിരുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്.